എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഴയെക്കുറിച്ചുള്ള മുത്തിൻ്റെ ഒരു തള്ളിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് തള്ള് അല്ല എന്ന് കരുതുന്ന വിശ്വാസികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഏറ്റവും നല്ല ഡോക്ടറെ കാണണം എന്ന് അപേക്ഷിക്കുന്നു. കാരണം ഇതൊക്കെ ന്യായീകരിക്കാൻ പറ്റുമെങ്കിൽ എന്തും ന്യായീകരിക്കാം. അപ്പോൾ ഈ കഥ എല്ലാവരും ക്ഷമയോടെ കേൾക്കുക. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. ദൈവത്തിൻ്റെ ദൂതൻ്റെ ജീവിതകാലത്ത് ജനങ്ങൾക്ക് ഒരു ക്ഷാമത്തിൻ്റെ വർഷം വന്നു. മുത്ത് ഒരു വെള്ളിയാഴ്ച പ്രസംഗപീഠത്തിൽ കുത്തുബ പ്രസംഗം നടത്തുമ്പോൾ ഒരു ബദവിൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതരെ, കന്നുകാലികൾ ചത്തു, കുടുംബങ്ങൾ പട്ടിണിയിലാണ്. ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. മുത്ത് തൻ്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി. ആ സമയത്ത് അവരുടെ ആകാശത്ത് മേഘത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഘങ്ങൾ മല പോലെ കൂടാൻ തുടങ്ങി. അദ്ദേഹം പ്രസംഗവേദിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ്റെ താടിയിലൂടെ മഴവെള്ളം ഒഴുകുന്നത് ഞാൻ കണ്ടു. അന്നും പിറ്റേന്നും മൂന്നാം ദിവസവും നാലാം ദിവസവും അടുത്ത വെള്ളിയാഴ്ച വരെയും ഈ മഴ തുടർന്നു. അതേ ബധുവിനോ മറ്റാരെങ്കിലുമോ അടുത്ത വെള്ളിയാഴ്ച കുത്തുബയുടെ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതരെ, വീടുകൾ തകർന്നു, കന്നുകാലികൾ മുങ്ങി മരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഇരു കൈകളും ഉയർത്തി പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ മേലല്ല. മുത്ത് ഏത് വശത്തേക്ക് കൈ ചൂണ്ടിയാലും മദീനയ്ക്ക് മുകളിൽ ഒരു ദ്വാരം മേഘങ്ങളിൽ ഉണ്ടാകുന്നതുവരെ മേഘങ്ങൾ അവിടെ നിന്ന് ചിതറിപ്പോയി. ഖാനത്ത് താഴ്വര ഒരു മാസത്തോളം വെള്ളം കൊണ്ട് ഒഴുകിക്കൊണ്ടിരുന്നു. സമൃദ്ധമായ മഴയെക്കുറിച്ച് സംസാരിക്കാത്ത ആരും അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വന്നില്ല. മദീന പ്രദേശത്ത് ഒരു വർഷത്തിൽ ക്ഷാമമുണ്ടായി. അങ്ങനെ ആ സമയത്ത് ഒരു വെള്ളിയാഴ്ച, നമ്മുടെ വെള്ളിയാഴ്ച നിസ്കാരത്തിൻ്റെ ഇടയിൽ മുത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തിനോട് ആളെ പറഞ്ഞു, അല്ല, ആകെ കഷ്ടപ്പാടാണ്, കുട്ടികൾക്കൊന്നും തിന്നാനില്ല, വരൾച്ച കാരണം ആടുമാടുകളൊക്കെ ചത്തുപോയി, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞൊരു മഴ കൊണ്ടുവരാമോ പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ മുത്ത് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ആളാണ്. പിന്നെ ദൈവമായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ളതും ഇയാൾക്കാണ്. അപ്പോൾ ഇയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ശരിക്കും ഈ പറഞ്ഞ ബദവിൻ അറബി എന്ന് പറയുന്ന ഹദീസിലെ ആ കഥാപാത്രത്തിന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. അയാളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എനിക്കറിയില്ല. എന്തായാലും ഇയാളുടെ റെക്കമെൻഡേഷൻ ആണല്ലോ, അതുകൊണ്ടായിരിക്കാം. മുത്തിനോട് നേരിട്ട് ചോദിച്ചു. അങ്ങനെ മുത്തിൻ്റെ പ്രാർത്ഥന ഫലിച്ചു. അപ്പം തന്നെ മേഘങ്ങളൊക്കെ വന്ന് മല പോലെ കുമിഞ്ഞുകൂടി മഴ പെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു മയവും ഇല്ലാത്ത മയ ആയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച വരെ മഴ പെയ്തു. വല്ലാത്ത മഴ, പ്ലംബിംഗ് ഒക്കെ കേടായിപ്പോയി. അങ്ങനെ ആ വെള്ളിയാഴ്ച, അതായത് നെക്സ്റ്റ് വെള്ളിയാഴ്ച ഫ്രൈഡേ, ഇതേപോലെ വേറൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് കുറച്ച് കുറക്കാൻ പറ്റും. അപ്പോൾ മുത്ത് പറഞ്ഞു, ഓക്കെ, അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം വീണ്ടും പ്രാർത്ഥന കേട്ടു. എന്താണ് പ്രാർത്ഥിച്ചത്? ചേട്ടാ, ഞങ്ങളുടെ തലയിൽ മഴ കൊട്ടാതെ ചുറ്റും പെയ്യിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മഴ ചുറ്റും പെയ്യാൻ തുടങ്ങി. ഈ കഥയുടെ അവസാനം പറയുന്നത്, ഈ മഴമേഘങ്ങൾ അതുവരെ മദീനയ്ക്ക് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹം ഈ പ്രാർത്ഥന നടത്തിയതോടെ ഇതൊക്കെ സൈഡിലേക്ക് മാറിപ്പോയി ആകാശത്തൊരു ദ്വാരം വീണു എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. തെളിഞ്ഞ ആകാശം വന്നു എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. പോട്ടെ. എന്തായാലും ഇതിൻ്റെ ഒരു ഗുട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം പണിയറിയുന്ന പണിക്കാരനാണെങ്കിൽ ആദ്യം തന്നെ മര്യാദയ്ക്ക് ഒരു അളവിലങ്ങ് മഴ പെയ്ച്ചാൽ മതി. അയാൾ മഴ പെയ്ച്ചപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി. അതിന് വീണ്ടും പരിഹാരം കണ്ടെത്താൻ വേണ്ടി മുത്തിന് വരേണ്ടി വന്നു. വീണ്ടും ഒരു പ്രാർത്ഥന നടത്തേണ്ടി വന്നു. അതൊന്ന്. മറ്റൊന്ന്, ഇത് മുത്തിനെ പൊക്കിയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കോമഡിയായി മാറി എന്നുള്ളതാണ്. വെളുക്കാൻ തേച്ചത് മഴയായി, അല്ലേ? അപ്പോൾ ഈ തരം കഥകളാണ് ഈ പുസ്തകത്തിനകത്ത് ഉടനീളം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാക്കമാരൊക്കെ കുറ്റപ്പെടുത്താറുണ്ട്. എന്ത്? അവർ പല കാര്യങ്ങളിലും അവരുടെ മസ്തിഷ്കം മര്യാദക്ക് ഉപയോഗിക്കുന്നില്ല, 100% ഉപയോഗിക്കുന്നില്ല എന്ന്, അല്ലേ? അപ്പോൾ അതിനെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ശരിക്കും. കാരണം ഇതൊക്കെ ചെറുപ്പത്തിൽ കേട്ട് വളർന്നു കഴിഞ്ഞാൽ ആരായാലും മണ്ടന്മാരായി പോകും. അപ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.